നമസ്കാരം. പ്രേക്ഷക പിന്തുണയുടെ ഒന്നും ഒട്ടും ആവശ്യമില്ലാത്ത ഒരു മലയാള പടം ഇപ്പോൾ ഇവിടെ ഓടി തകർക്കുകയാണല്ലോ. ഒരു PR പടം. മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാലും മുഖ്യമന്ത്രി പിണറായി വിജയനും തകർത്തഭിനയിക്കുന്ന ആ PR പടത്തിന്റെ കാര്യം തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. മിണ്ടിയും പറഞ്ഞും ഇരുവർ. അപ്പോൾ ഇരുവർ എന്നുള്ള ക്യാപ്ഷനിലാണ് ഈ സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 2008 ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ട് മോഹൻലാൽ ഒരു ഇന്റർവ്യൂ നടത്തിയിരുന്നു. അതിന് അന്ന് പേരിട്ടത് ഇരുവർ എന്നാണ്. ജയ്ഹിന്ദ് ചാനലിലായിരുന്നു അന്ന് ആ അഭിമുഖം നമ്മൾ കണ്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീണ്ടും അവർ റീഅപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഇന്റർവ്യൂ. അത് ഞാനൊരു 25 മിനിറ്റോളം വരുന്ന ആ അഭിമുഖം പൂർണ്ണമായിട്ടും ഞാൻ കണ്ടു. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഈ പിണറായി വിജയനുമായിട്ടുള്ള സംഭാഷണം ചെറിയ ഷോർട്ട് വീഡിയോകളിലൂടെയൊക്കെ മാത്രം ചെറിയ ചെറിയ സംഭവങ്ങളെ ഞാൻ കണ്ടിട്ടുള്ളൂ. പൂർണ്ണമായിട്ട് അത് കാണാനുള്ള ശേഷിയില്ലായിരുന്നു. കാണുന്നതിൽ അർത്ഥമൊന്നുമില്ല. അത് നമ്മുടെ സമയം നശിപ്പിക്കുമെന്നല്ലാതെ അതിൽ നിന്ന് നമുക്കൊന്നും കിട്ടാനുമില്ല. എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ, മോഹൻലാലിനെതിരെ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത്. കാരണം ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ട് നടത്തിയ ഇന്റർവ്യൂ, അഭിമുഖം അല്ലെങ്കിൽ സംഭാഷണം, അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മുഴുവൻ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നാടിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മലയാളികളുടെ അപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. 72 ഹർത്താലുകൾ ബന്ധുക്കൾ ഈ വർഷം കേരളത്തിലാണ്. ഇതെന്തുകൊണ്ടാണ് സാധ്യത സംഭവിക്കുന്നത്? ഞാൻ തമിഴ്നാട്ടിലൊക്കെ ഞാൻ വളരെയധികം 30 വർഷമായിട്ട് ജീവിക്കുന്നതാണ്. എത്ര പക്വതയോടുകൂടി, പാകതയോടുകൂടി, എത്ര കൃത്യമായിട്ട് വിഷയങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മോഹൻലാലിന് അന്ന് കഴിഞ്ഞു. ഇവിടെ അനാവശ്യമായ ഹർത്താലുകൾ, ആ ഹർത്താലുകൾ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ജനങ്ങൾ അനുഭവിക്കുന്ന യാതന, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഒരു ദേശീയ പണിമുടക്ക് വന്നാൽ പോലും ജനജീവിതത്തെ ബാധിക്കാതിരിക്കാൻ അവർ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തുന്ന കാര്യങ്ങൾ, അതിൽ കേരളം നേരിടുന്ന പരാജയം, എന്തിനാണ് ഈ ഹർത്താലുകൾ? പിന്നെ ഒരുപാട് ഞാൻ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളാണ്. ഈ മോഹൻലാൽ പറയുന്ന കാര്യമാണേ. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മലയാളികൾ ഒരുപാട് പേര് പലയിടത്തായിട്ട് വളരെ നിസ്സാര ജോലികൾ ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ, നിസ്സാര ശമ്പളത്തിന് പോലും കേരളം വിട്ടുപോകാൻ ജനങ്ങൾ മനസ്സ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ കേരളത്തിനെ പറ്റി മോശമായിട്ട് ആൾക്കാർ പറയുന്നത് വളരെയധികം സങ്കടം തോന്നുന്നു. ഒരു ഇൻഡസ്ട്രി വരെ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നിങ്ങളുടെ പാർട്ടി. തമിഴ്നാട്ടിലൊക്കെ മീൻ പിടിച്ച് വരെ ജീവിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും ആളുകൾ പോകുന്നു. അതുപോലെ തന്നെ ഒരു സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ അവർ പണിത് പകുതിയിൽ എത്തിക്കുന്ന പാലങ്ങളോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ അങ്ങനെ പല പദ്ധതികളും പകുതിയിൽ വെച്ച് അവർക്ക് നിർത്തി പോകേണ്ടി വരുമ്പോൾ അടുത്ത് വരുന്ന സർക്കാരുകൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അത് കൃത്യമായിട്ട് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നു, അത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷെ ഇവിടെ സർക്കാരുകൾ തമ്മിലുള്ള മത്സരത്തിൻ്റെയോ മറ്റോ പേരിൽ, എന്തിൻ്റെയെങ്കിലും പേരിലായിക്കൊള്ളട്ടെ, അവർ അത് പകുതിക്ക് വെച്ച് അങ്ങനെ നശിപ്പിക്കുന്നു. അതിലൂടെ നമ്മുടെ നാടിനുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഞാൻ ആഹ്വാനം ചെയ്യുന്ന സമരത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ അതാണ് കേരളത്തിൽ നടക്കുന്നത്. ഇങ്ങനെ വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. എത്ര കാര്യങ്ങളാണെന്ന് അറിയാമോ? ആ ശരീരഭാഷ തന്നെ വേറൊന്നായിരുന്നു. എത്ര റിലാക്സ്ഡ് ആയിട്ടാണ് മോഹൻലാൽ ആ ഒരു ഇന്റർവ്യൂവിൽ കാണപ്പെട്ടതെന്ന് അറിയാമോ? മന്ത്രിസഭ അവിടെ മാറി വന്നാലും അവർക്ക് സ്റ്റേറ്റിന് വേണ്ടി ചെയ്യാനിരിക്കുന്ന ഒരു പ്രോജക്റ്റ് മറ്റൊരു വന്നു കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ ശ്രീ ഉമ്മൻചാണ്ടിക്ക് സംസാരിക്കാൻ ഒരു അവസരം പോലും കൊടുക്കാതെ വലിയ യാതനകൾ, ബുദ്ധിമുട്ടുകൾ, കേരളത്തിൽ കിടന്ന് മനുഷ്യർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. വാചാലനാകുകയായിരുന്നു മോഹൻലാൽ. ഇതൊരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് ഉണ്ടായി അതൊരു നമ്മുടെ ഇപ്പോൾ പിണറായി വിജയനുമായിട്ട് നടത്തുന്ന ഇന്റർവ്യൂ, നിങ്ങൾ രാഷ്ട്രീയം ഒന്നും പറയണ്ട, ഞാനിതിൽ രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല. ഒരു രാഷ്ട്രീയ വിരോധവും വെച്ചല്ല ഈ സംസാരിക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയുമായിട്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിട്ട് നടത്തുന്ന ഇന്റർവ്യൂ, നമ്മൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത്? പക്ക PR വർക്കാണ് ഈ ഇന്റർവ്യൂ എന്ന് അറിയാൻ അതിലെ ഒരു ചോദ്യം മാത്രം കേട്ടാൽ മതി. മോഹൻലാൽ പറയാം, ഒന്നാമത് മോഹൻലാലിൻ്റെ ഇരിപ്പ്, ആ ഒരു വിധേയത്വം, ഒരു മുഖത്തെ പേടി, ഒരു പരിഭ്രമം. ഇത്രയും നല്ല നടനായിട്ട് പോലും മോഹൻലാലിന് അഭിനയിച്ചിട്ട് അങ്ങോട്ട് കൂളാകാൻ പറ്റുന്നില്ല. പിണറായി വിജയൻ എന്നാൽ വലിയൊരു കടുപ്പക്കാരനാണ്, ചിരിക്കാത്ത ആളാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് മുഖ്യമന്ത്രിയുമായിട്ടൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു എന്ന് കാണുന്നവർക്ക് ഫീല് ചെയ്യണം. അങ്ങനെ ഫീല് ചെയ്യിക്കാൻ പോലും മോഹൻലാലിന് കഴിയുന്നില്ല. അതിലും പരാജയപ്പെട്ടു. കാരണം അത്രയും വിറച്ച് പേടിച്ചാണ് ഇരിക്കുന്നത്. ഒരടിമ ഇരുന്ന് എഴുതി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഫീലിനപ്പുറം ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അനാവശ്യ ചോദ്യങ്ങൾ. ഒന്ന് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ പട്ടിയെക്കുറിച്ച്, എനിക്കൊരു വലിയൊരാളെ കുറിച്ച് പറയാനുണ്ട്, റോബിൻ. പിന്നെ പിണറായി വിജയന്റെ അമിത കോപം, വളരെ ദേഷ്യക്കാരനാണെന്ന് പറയുന്നു. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? പ്രകൃതം സ്വയം എടുത്തണിഞ്ഞതാണോ അതോ ഈ കടുപ്പക്കാരൻ ഇമേജ് മാറ്റണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മോഹൻലാലിന്റെ ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത്? ഏത് കഥാപാത്രമാണ് ഇഷ്ടപ്പെട്ടത്? സാധാരണ എങ്ങനെയുള്ള സിനിമകളാണ് ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ എന്താണോ പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ച്, അയാളുടെ ഇഷ്ടങ്ങൾ,
അയാളുടെ ഇഷ്ടക്കേടുകൾ, അയാളുടെ പ്രതീക്ഷകൾ, അയാളെ വെളുപ്പിക്കാനുള്ള സകല ചോദ്യങ്ങളും. അതിനപ്പുറം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിൽ നിന്നും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പോലും ഈ മോഹൻലാലിനെ കൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞിട്ടില്ല, ചോദിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. എന്തിനെങ്കിലും ഭയക്കുന്ന ആളാണോ അങ്ങ് 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 അങ്ങേക്ക് ജീവിതത്തിന് എന്തിനെങ്കിലും ഭയമുണ്ടോ? ഇപ്പൊ വീണ്ടും ധർമ്മടത്ത് പിണറായി വിജയൻ തന്നെയാണ് മത്സരിക്കുന്നത് എന്നുള്ള തീരുമാനമൊക്കെ എത്തിയല്ലോ, വേറെ ആരും ഇല്ല. പിന്നെ വയസ്സ് എന്നൊക്കെയുള്ള ഒരു ഘടകമൊന്നും പിണറായി വിജയന് മാത്രം കാലാകാലങ്ങളായിട്ട് ഇവിടെ ബാധകവുമല്ല. അതൊക്കെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേറെ ആളില്ലാത്തതുകൊണ്ട് ഇത് തന്നെ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ, ഒന്നും നമ്മുടെ കാര്യമല്ല. പക്ഷേ അത് മുന്നിൽ കണ്ട് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് പരമാവധി ആളുകളിലേക്ക് തൻ്റെ വ്യക്തി ഗുണങ്ങൾ എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ എത്തിക്കുക, ഇത് മാത്രമാണ് ഈ ഒരു ഇൻ്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുറേ ചെറിയ ചെറിയ ഷോട്ടുകൾ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞല്ലോ, വളരെ മ്ലേച്ഛമായിട്ടാണ് തോന്നിയത്. ഈ മോഹൻലാലിനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള നടന്മാരിൽ നിന്ന് ഇതൊന്നും നാട്ടുകാർ പ്രതീക്ഷിക്കുന്നില്ല. ഇതൊന്നുമല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു സാമൂഹിക പ്രതിബദ്ധത 1% നിങ്ങൾക്കുണ്ടോ? ഒന്നുമില്ല. നിങ്ങളുടെയൊക്കെ സിനിമകൾ ഇറങ്ങുന്നത് നാട്ടുകാർ അവരധ്വാനിച്ച പണം കൊടുത്ത് കാണുന്നത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഈ ലെവലിൽ എത്തിയതും ഒരു VIP പരിവേഷം നിങ്ങൾക്ക് കിട്ടിയതും ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ചെന്നിരുന്ന് ഒരു ഇൻ്റർവ്യൂ നടത്താൻ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചതും. അപ്പോൾ നാട്ടുകാരെ ആശ്രയിച്ച് വളർന്നു വന്ന ഈ ഒരു നിലയിലെത്തിയ ആളെന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു പ്രതിബദ്ധത സമൂഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടേ? ഇപ്പോൾ നിലവിൽ കേരളത്തിലെ മനുഷ്യർ, മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ സകല മേഖലകളിലും ഓരോ മേഖലകളായിട്ടെടുത്ത് ചോദിക്കായിരുന്നു. പൊതുജനങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ പ്രതികരിക്കുന്നില്ലേ? ഞങ്ങൾക്കൊക്കെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ഇതൊന്നും പറയാനുള്ള സാഹചര്യമില്ല. ഞങ്ങൾക്കൊക്കെ ഉള്ള മാധ്യമങ്ങളിലൂടെ ഞങ്ങളിതൊക്കെ സംസാരിക്കുന്നു. പിന്നെ വീടുകളിൽ വന്ന് ഇവർ ചോദിച്ചറിയാൻ വേണ്ടി 1-2 പേര് വന്നായിരുന്നു. എൻ്റെ വീട്ടിലും വന്നു. അവരോട് പറയാവുന്ന പരമാവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അയൽവാസിയുടെ കാട് പിടിച്ച പറമ്പ് വൃത്തിയാക്കുന്നത് സംബന്ധിച്ച് ഒരു പരാതി കൊടുത്താൽ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അതിനൊരു നടപടി ഉണ്ടാകുന്നത്. ഒരുപാട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് സംബന്ധിച്ച് വലിയ ഫൈനൊക്കെ ഈടാക്കുന്നുണ്ടെന്ന് നിയമസഭയിലും പുറത്തുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്രയും വലിയ പിഴ ഇങ്ങനെ വേസ്റ്റ് ഇടുന്നവർക്ക് ഈടാക്കുന്നുണ്ടോ? വേസ്റ്റ് ഇടുന്നവർക്ക് ഫൈൻ ഈടാക്കുന്നുണ്ട്. അതിൻ്റെ എത്രയോ ശതമാനം പൊതുവഴിയിൽ, പൊതുയിടങ്ങളിൽ അത് അവർക്ക് കൊടുക്കുന്ന വേസ്റ്റ് ഫൈൻ്റെ എത്രയോ ശതമാനം ഇത് എവിഡൻസോടുകൂടി ഹാജരാക്കുന്ന ആളിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ? അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് സർക്കാർ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഇതൊക്കെ അങ്ങ് എത്തുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പം തന്നെ നേരെ CM-ൻ്റെ ഓഫീസിലോട്ടാണ് ഇത് പോകുന്നതെന്നും പറഞ്ഞ് അവരെല്ലാം കുറിച്ചെടുത്ത് എങ്ങോട്ടൊക്കെ അയക്കുന്നത് കണ്ടു. ഇതൊക്കെ അവിടെ ചെല്ലുവോ? നമുക്ക് പറയാനുള്ളതൊക്കെ ഇവർ കേൾക്കുവോ? അതൊക്കെ പരിഹരിക്കുവോ? ഇതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങളല്ല. എങ്കിലും പറയാൻ കിട്ടുന്ന സാഹചര്യങ്ങളിൽ പറയാനുള്ള ആവലാതികളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ ഭാഷയിൽ അവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ചലനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ സാഹചര്യവും കഴിവുമുള്ള ആളുകൾ നിങ്ങളിതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ തെറ്റാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ മുന്നിലിരുന്ന് അദ്ദേഹത്തിന് മറുപടി പോലും പറയാൻ അനുവദിക്കാതെ തുടരെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. മലയാളികളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം പിണറായി വിജയന് മുന്നിലിരുന്ന് ഉണ്ടാക്കാൻ മോഹൻലാലിന് കഴിയുകയുമില്ല. അതും 100% ശരിയാണ്. പറ്റില്ല. അവർ രണ്ടും 2 പേരാണ്. എനിക്ക് ശ്രീ ഉമ്മൻചാണ്ടിയോട് രാഷ്ട്രീയമൊന്നും പറയുകയല്ല, ഒരു നേതാവ് എന്ന നിലയിൽ അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. സഹിഷ്ണുത എന്ന വളരെ വിലപിടിപ്പുള്ള ഒരു നേതൃഗുണം തന്നെയാണ് കേട്ടോ. മനുഷ്യ ഗുണമാണത് സഹിഷ്ണുത. അതാണ് ഉമ്മൻചാണ്ടിയോട് എനിക്ക് വലിയ ബഹുമാനം തോന്നാനുള്ള പ്രധാന കാരണം. കരിങ്കൊടി വീശിയ കാറ്റടിച്ച് കഴുത്തൊടിഞ്ഞ് നേരെ ICUയിലോട്ട് പോയി കേരള ചരിത്രത്തിൻ്റെ അല്ല, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ICUയിൽ നിന്ന് അടുത്ത ദിവസം വീട്ടിലേക്ക് നേരിട്ട് മടങ്ങിയ ഒരു രോഗി ആരോഗ്യ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അവരൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ എന്തൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുണ്ട്,
എത്രയെത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ജനങ്ങളോട് പ്രതികരിച്ചത് എങ്ങനെയാണ്, പെരുമാറിയത് എങ്ങനെയാണ്, അത്തരം കടുത്ത സാഹചര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും നേരിട്ടത് എങ്ങനെയാണ്, അവരുടെ പക്വത എത്രത്തോളമായിരുന്നു, സഹിഷ്ണുത എത്രത്തോളമായിരുന്നു, ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. രാഷ്ട്രീയ ഭേദമന്യേ ആളുകളെല്ലാം കാലാകാലങ്ങളായിട്ട് ബഹുമാനിക്കുന്ന, അവരൊക്കെ മാഞ്ഞു പോയാലും മൺമറഞ്ഞു പോയാലും എന്നും കണ്ണിൽ ഈറനോടെ ഓർക്കുന്ന ഒരുപാട് നേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ ഇവിടെയുണ്ട്. അവരൊക്കെ എങ്ങനെയാണ് വേറിട്ട് നിന്നത്, എങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് എന്ന് അവരുടെയൊക്കെ ജീവിതം നോക്കിയെങ്കിലും നിങ്ങൾ പകർത്താൻ ശ്രമിക്കുക. അങ്ങനെ അനുകരിക്കുന്നതിലും പകർത്തുന്നതിലും നല്ല ഗുണങ്ങൾ പകർത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. അല്ലാതെ ഇങ്ങനെ PR വർക്കുകൾ കാണിച്ചോ അഭിനയിച്ച് തകർത്തോ ഒന്നും ആളുകളുടെ മനസ്സിൽ ഇടം നേടാൻ പറ്റില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തോ അതിന് വിപരീതം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർച്ചയായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ പുച്ഛത്തിനും പരിഹാസത്തിനും പാത്രമാകാതെ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ രാഷ്ട്രീയ ആദർശങ്ങളിലോ വരുത്താൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വരുത്തുക. ഏത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് മോഹൻലാലിന് ഈ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. എന്നാലും അങ്ങേയറ്റം മോഹൻലാലിനോടുമുള്ള പുച്ഛവും സഹതാപവും രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു.